എന്താണ് ഈ സന്ദേശത്തിന്റെ പ്രസക്തി? ലോകം മുഴുവൻ വിദ്വേഷവും വെറുപ്പും നിറയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യുദ്ധങ്ങൾ പെരുകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനെ വെറുപ്പോടുകൂടി നോക്കാൻ, വിദ്വേഷത്തോടുകൂടി നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ സന്ദേശം ലോകത്ത് എല്ലായിടത്തും എത്തിക്കാൻ ശിഷ്യന്മാർ ശ്രമിച്ച കാലത്ത് അവർ നേരിട്ട വെല്ലുവിളികൾ തന്നെ ഇന്ന് ലോകത്ത് എല്ലായിടത്തും നേരിടുന്നു. വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരായിട്ടുള്ള ലോക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് ക്രിസ്തുവാണ്. അദ്ദേഹമാണ് വെറുപ്പിനും വിദ്വേഷത്തിനും എതിരായി സ്നേഹത്തിന്റെ പ്രവാചകനായി മാറി സ്നേഹത്തിന്റെ സന്ദേശം അതിനെതിരായി എല്ലാവരുടെയും മനസ്സുകളിൽ എത്തിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 38 മുതൽ 48 വരെയുള്ള വാചകങ്ങൾ ലോക ചരിത്രത്തിന് തന്നെ വഴികാട്ടിയായി നിൽക്കുന്ന പ്രകാശഗോപുരങ്ങളാണ്. കണ്ണിന് പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്നാണ് അരുളി ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനെ പോലും സ്നേഹിക്കുക എന്നതാണ്. നിന്റെ വലത് കരടത്ത് അടിക്കുന്നവന് മറ്റത് കൂടി കാട്ടിക്കൊടുക്കുക എന്നതാണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുക എന്നതാണ്. നിന്റെ വ്യവഹാരത്തിലൂടെ നിന്റെ വസ്ത്രം പിടിച്ചു പറിക്കാൻ വരുന്നവന് നിന്റെ പുതപ്പ് കൂടി കൊടുക്കുക എന്നുള്ളതാണ്. യാചകനെ ധർമ്മം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കൂട്ടുകാരനെ സ്നേഹിക്കുകയും ശത്രുക്കളോട് പകവയ്ക്കുകയും ചെയ്യണമെന്നാണ് അരുള ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവനെ നീ സ്നേഹിക്കുക എന്നതാണ്. ഏറ്റവും വലിയ ഒരു തത്വമാണ് അതിലൂടെ പ്രകാശിതമായത്. ഞാൻ ആ വാക്യങ്ങൾ സമയക്കുറവ് മൂലം പൂർത്തിയാക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, നല്ലവനും നല്ലതല്ലാത്തവനും മീതെ സൂര്യൻ ഉദിപ്പിക്കുന്നവനാണ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. നീതിമാന്റെയും നീതികെട്ടവന്റെയും മീതെ മഴ പെയ്യിപ്പിക്കുന്നവനാണ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. അവന്റെ പുത്രന്മാരാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ സ്നേഹത്തിന്റെ സന്ദേശം. ഇതിനേക്കാൾ വലിയ വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് ഒരിടത്തും കാണാൻ കഴിയില്ല. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് 2 പേരുണ്ടായിരുന്നു പ്രവർത്തിച്ചവർ, മഹാത്മാഗാന്ധിയും റെവറൻഡ് മാർട്ടിൻ ലൂതർ കിങ്ങും. പിന്നീട് ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രവാചകനായി മാറിയത്, സമാധാനം മുഴുവൻ ലോകത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമാണ്. ലവിങ് എനിമീസ്, നിങ്ങളുടെ എതിരാളികളെ സ്നേഹിക്കുക എന്ന് പറയുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു സീരീസ് ഓഫ് പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നേരിടേണ്ടത്. വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിട്ടാൽ നക്ഷത്രങ്ങളില്ലാത്ത അന്ധകാരത്തിലേക്ക് നാം തള്ളപ്പെടും. അന്ധകാരത്തെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് വെറുപ്പിനെ നേരിടേണ്ടത് എന്ന് മാർട്ടിൻ ലൂതർ കിങ് ആണ് പറഞ്ഞത്. ഗാന്ധിയും അതേ സന്ദേശമാണ് വെച്ചത്. ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാവരുടെ ഇടയിലും അത് കലർത്താൻ ശ്രമിക്കുന്നവരെ നമ്മൾ നന്നായി തിരിച്ചറിയുക. ഒരു ക്രൈസ്തവ വിശ്വാസിയും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളും വിദ്വേഷത്തിന്റെ പ്രവാചകരാകാതിരിക്കുക എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അത് ക്രൈസ്തവ വചനങ്ങളോടുള്ള നിരാകരണമാവും, ക്രൈസ്തവ വിശ്വാസത്തോടുള്ള നിഷേധമായി അത് മാറും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേളയിൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു ആമുഖമുണ്ട് ആ പുസ്തകത്തിന്. അതിൽ അദ്ദേഹം പറഞ്ഞു, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ധീരമായ സംഭാഷണമാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിനും പകരം സ്നേഹത്തിന്റെ കാന്തി പടർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ സമാധാനത്തിന്റെ വീടുകൾ സൃഷ്ടിക്കുന്ന കൽപ്പണിക്കാരാണ് എന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു വലിയ സന്ദേശമാണ്. Subscribe now and press the bell icon. Never miss an update.